പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? സുഖമായിരിക്കുന്നുണ്ടോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും കൂടാതെ നിങ്ങൾ അവന്റെ കൂടെ നടക്കുന്നതിനായി സമർപ്പിച്ചതുകൊണ്ട് ദിവസവും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ വീട്ടിലുള്ളവർ ഭദ്രമായി അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു വാക്യം നൽകിയിരിക്കുന്നു. 147 സങ്കീർത്തനം 13 വാക്യത്തിൽ അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ വാതിലുകൾ എന്നു പറഞ്ഞാൽ വീടിനൊരു വാതിലുണ്ടാകുമല്ലേ സുരക്ഷിതത്വത്തിനായിട്ട്. അതിനെ ദൈവം ഉറപ്പിക്കുമത്രേ. അതായത് നിങ്ങളുടെ കുടുംബത്തിന്റെ സംരക്ഷണം ദൈവം ഏറ്റെടുക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ളവരെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവമാണവൻ. ആദ്യമായി ഞാൻ സംരക്ഷിക്കുമെന്ന് ദൈവം പറയുന്നു. നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണോ? എന്റെ മക്കളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് അറിയുന്നില്ലല്ലോ, കാലം മോശമായിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കുകയാണോ? ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിച്ച് മക്കളെ അനുഗ്രഹിക്കുന്നതാണ്. മക്കളെ അനുഗ്രഹിച്ച് മഹത്വപ്പെടുത്തും. തളർന്നു പോകരുത്. ദൈവം നിങ്ങളുടെ മക്കളുടെ മേൽ ശ്രദ്ധയുള്ള ദൈവമാകുന്നു. നിങ്ങളുടെ മക്കൾ പഠിക്കുകയാണോ? ജോലി ചെയ്യുകയാണോ? എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും ദൈവം അവരെ അനുഗ്രഹിച്ച് അനുഗ്രഹീതമായ ഒരു ജീവിതത്തെ ഉണ്ടാക്കി അവരെ മഹത്വപ്പെടുത്തും. അവർക്കെതിരായി ഈ ലോകത്തിൽ അനേകം തിന്മകൾ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവം ഓടാമ്പലുകളെ ബലപ്പെടുത്തുമെന്ന് പറയുന്നു. അതായത് ഞാൻ സംരക്ഷിക്കും, അത് കടന്ന് ഒരു ദുഷ്ടശക്തികൾക്ക് നിങ്ങളെ തൊടാനാവില്ലെന്ന് പറയുന്നു. നിങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും നിങ്ങളുടെ മക്കളെയും ഒരു ദുഷ്ടശക്തിക്കും ക്ഷുദ്രപ്രയോഗങ്ങൾക്കും മന്ത്രവാദത്തിനും പകർച്ചവ്യാധികൾക്കും തൊടാനാവില്ല. ദൈവം കാത്തു സൂക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ വിശ്വാസത്തോടെ ഈ വചനത്തെ സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞു നോക്കൂ. ആ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാകുന്നത് നിങ്ങൾ കാണും. പ്രാർത്ഥിക്കാമോ? പിതാവേ, ഈ മക്കളുടെ കുടുംബത്തെ നീ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു. സ്തോത്രം. വേലി കെട്ടി അവരെ സംരക്ഷിച്ച് മക്കളെയെല്ലാം അനുഗ്രഹിച്ച് ഉയർത്തി മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.